ഹലോ ഗൈസ്, അങ്ങനെ കുറച്ച് ദിവസത്തെ ലീവിന് ശേഷം ഞാനിതാ തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഏട്ടനാണെങ്കിൽ രാവിലെ തന്നെ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് മാർക്കറ്റിൽ നിന്ന് മീനും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു സാധനം മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. കുറേ ദിവസം വീട്ടിൽ നിന്ന് പിന്നെ തിരിച്ചു പോകുന്നതിന്റെ ചെറിയൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അതെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കൂലേ. ഇവിടെ ആണെങ്കിൽ ചേച്ചി അമ്മയും ചിരിച്ചുകൊണ്ട് എന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വാതുക്കൽ എന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ആ വിഷമം അങ്ങ് മാറിയിട്ടോ. ഏട്ടനാണെങ്കിൽ വേറെ എവിടെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ എന്നെ ഇവിടെ തട്ടി അവര് പോയി. ഏട്ടനങ്ങ് പോയതും ഞാൻ നമ്മുടെ സ്ഥിരം അങ്കത്തട്ടിലേക്ക് അങ്ങ് ഇറങ്ങി. ചോറും കറികളൊക്കെ ഇവിടെ നേരത്തെ കാലത്തെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന മീൻ അങ്ങ് പൊരിക്കാന്ന് വിചാരിച്ചു. വളരെ സിമ്പിൾ ആയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, അതുപോലെ വലിയ ജീരകപ്പൊടി എല്ലാം കൂടെ ഇട്ട് ശകലം വെള്ളം കൂടെ ഒഴിച്ച് ഇത് നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇതിലേക്ക് തട്ടിക്കൊടുത്ത്. ഇത് കേദർ എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അതുകൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ പിന്നെ ചെറുനാരങ്ങ ഒന്നും തപ്പാൻ നിന്നില്ല. ഏട്ടൻ പോയത് കൊണ്ട് വീഡിയോ എടുത്തിരുന്നത് ചേച്ചിയാണ് കേട്ടോ. ആദ്യം പപ്പടങ്ങ് കാച്ചി, പിന്നെ അത് കഴിഞ്ഞ് മീൻ പൊരിച്ച്. നല്ല നാടൻ വെളിച്ചെണ്ണയിലാണ് ഞങ്ങൾ ഇവിടെ മീൻ പൊരിക്കാറ്. ഈ മീനിന് പുറത്തായിട്ട് കുറച്ച് കറിവേപ്പില ഇതുപോലെ തൂവി കൊടുത്താൽ കിഡിലൻ ടേസ്റ്റ് ആണ്. കനത്തിലുള്ള കഷ്ണം മീനായതുകൊണ്ട് തീ കുറച്ച് വെച്ച് നല്ലോണം മൊരിച്ചെടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. പിന്നെ ചോറിന് ഏട്ടൻ വരാനൊന്നും ഞാൻ കാത്തുന്നില്ല കേട്ടോ. പപ്പടും പച്ചക്കറിയും ചീര ഉപ്പേരിയും ചെമ്മീൻ ഫ്രൈയും നമ്മുടെ പൊരിച്ച മീനെല്ലാം കൂട്ടിയിട്ട് ഞാനിതാ ഉണ്ണുകയാണേ. ഞാൻ ഈ ചോറ് കുഴക്കുന്നതിനെ പറ്റിയിട്ട് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഞാനത് കാണാഞ്ഞിട്ടൊന്നല്ല, പക്ഷെ എന്തോ ശീലായി പോയി. ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കഴിക്കട്ടെ കേട്ടോ. അപ്പോ ടാറ്റാ.